മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് അനധികൃതമായി എത്തി ഇവിടെ താമസിച്ചു വരികയായിരുന്ന ബംഗ്ലാദേശികൾ തിരുവനന്തപുരത്ത് പിടിയിലായി. കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുത്ത് വരുമ്പോഴാണ് ഇവർ പിടിയിലായത്. വിവരങ്ങളുമായി വി വിനോദ് ചേർന്നു. വിനോദ്, മുൻപത്ത് കാര്യമായ രീതിയിൽ ഇത്തരത്തിലൊരു ബംഗ്ലാദേശികൾ താമസിച്ചിട്ടുണ്ട്, അവരെ കണ്ടെത്തിയിരുന്നു. അവരിൽ പലർക്കും വ്യാജ ID കാർഡാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഈ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന ഇവരുടെ കാര്യം എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് കേരളത്തിലെത്തിയത് എന്നാണ് പറയുന്നത്? ശ്രീജ, അനധികൃത കുടിയേറ്റം എന്നതിനപ്പുറത്തേക്ക് ഈ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നു എന്ന വിവരം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് രാജ്യത്തെ സംബന്ധിച്ച് തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ കുടിയേറ്റം എന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം പലപ്പോഴും കേസുകളിൽ ഉൾപ്പെടുമ്പോഴാണ് ഇവരുടെ ID കാർഡും മറ്റും പരിശോധിക്കുമ്പോൾ പലരും ഇന്ത്യക്കാരല്ല എന്ന വിവരം പുറത്തു വരുന്നത്. ഇപ്പോൾ 3 ബംഗ്ലാദേശികളെയാണ് പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് പോലീസാണ് ഇവരെ പിടികൂടിയത്. കഫീത്തുള്ള, സുഹൃദീൻ, അലങ്കീർ എന്നിങ്ങനെ 3 പേർ. ഇതിൽ ഒരാൾ 2014 മുതൽ തന്നെ കേരളത്തിലുണ്ട്. കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഏജന്റ് മുഖാന്തരം ഇന്ത്യയിലേക്ക് എത്തി എന്ന വിവരമാണ്. പശ്ചിമബംഗാൾ വഴി മറ്റ് പല സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ച ശേഷം കേരളത്തിലേക്ക് വന്നു എന്ന കാര്യമാണ് ഇവർ ഇപ്പോൾ ഈ വിവരം നൽകിയിട്ടുള്ളത്. നമ്മൾ പറയുന്നത് പോലെ തന്നെ കുടിയേറ്റം ഒരു വലിയ വിഷയമായി, സാമൂഹ്യ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ക്രിമിനൽ സ്വഭാവം, മയക്കുമരുന്ന് കള്ളക്കടത്ത്, അതിന്റെ ശൃംഖലകളായി പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയൊക്കെ തന്നെ ചില ഗുരുതര പ്രശ്നങ്ങൾ കൂടി ഇതിന്റെ പിറകിലുണ്ട്. കഴിഞ്ഞ ദിവസവും വർക്കലയിൽ, മുന്നമത്ത് ശ്രീജ പറഞ്ഞതുപോലെ തന്നെ അതിനപ്പുറത്ത് ഇന്നലെ വർക്കലയിൽ 9ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥി ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ദൃശ്യങ്ങൾ പകർത്തിയത് അതും ഒരു അന്യസംസ്ഥാനത്ത് നിന്നുള്ള ആളായിരുന്നു. പലപ്പോഴും ഇവരുടെ വിശദാംശങ്ങൾ, ഇവരുടെ രേഖകളൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. വാടകയ്ക്ക് നൽകുന്നവർ ആ വിവരം പോലീസിനെ അറിയിക്കണം. പക്ഷെ ഇതൊന്നും തന്നെ കൃത്യമായി നടക്കുന്നില്ല. കേരളത്തിൽ ഏതാണ്ട് 15 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നതാണ് കണക്ക്. ഇതിൽ തന്നെ പലരും ബംഗ്ലാദേശിൽ നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ ഉള്ള ആളുകളാണ്. ഇവർ വ്യാജ ID കാർഡാണ് ഉപയോഗിക്കുന്നത്. അതുതന്നെയാണ് ഇതിന്റെ ഒരു അപകട സാധ്യത, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗുരുതര സ്ഥിതി എന്ന് പറയേണ്ടത്. ഏജന്റുമാർ മുഖാന്തരമാണ് ഇവർ രാജ്യം കടക്കുന്നത്. പലപ്പോഴും അവിടെ ഈ തുകകൾ നൽകുകയും ഇന്ത്യയിലുള്ള രേഖകൾ, അതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള രേഖകൾ ഇവർ ഇങ്ങനെ രാജ്യം കടന്നു വരുമ്പോൾ തന്നെ കൈമാറുകയും ചെയ്യുന്നു. കൃത്യമായ പരിശോധനകളും പലയിടങ്ങളിലും ഉണ്ടാകാതെ പോകുന്നു. ഈ ബോർഡർ ഫോഴ്സുകളൊക്കെ ഉണ്ട്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെയൊക്കെ പരിശോധന എല്ലാ ഇടങ്ങളിലും കാര്യക്ഷമമായി നടക്കുന്നില്ല. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് വളം വെച്ച് കൊടുക്കുന്നതാണ്. ഏതായിരുന്നാലും ഇങ്ങനെ എത്തുന്ന ആളുകൾ ഏത് തരക്കാരാണ്? പൊതുവിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പലപ്പോഴും വ്യാജ ID കാർഡ് ഉപയോഗിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവർ കുറച്ചുകൂടി ഇവരുടെ ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ കുറച്ചുകൂടി സുരക്ഷിതരാവുകയോ അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യും. പിന്നീട് ഈ കുറ്റകൃത്യം നടത്തിയ ശേഷം കടന്നുകളയുന്ന രീതിയുമുണ്ട്. ഏതായിരുന്നാലും 3 പേരെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വിവരമനുസരിച്ചാണ് ഇവരെ നെട്ടയത്ത് നിന്ന് പിടികൂടിയത്. ഇവരെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പോലീസ് സ്വീകരിക്കും. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് 3 ബംഗ്ലാദേശ് പൗരന്മാരാണ് പിടിയിലായത്. ഇവർ വ്യാജ ID കാർഡുകളുമായാണ് ഇവിടെ നിന്നത്. ഇന്ത്യയിലേക്ക് ഒരു ഏജന്റ് മുഖാന്തരം എത്തിയെന്നാണ് ഇവരുടെ മൊഴി.